ഇവള് പറയും മറ്റേ എന്താണ് ഡ്രീം വരൂ എന്നൊക്കെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്രേസി ഗേൾസ്. എന്താ പരിപാടി? ഇന്ന് അയാന്റെ മുടി വെട്ടാൻ പോകണം. ഏറ്റവും വലിയ കാര്യം പറ. നമ്മുടെ അയ്മയുടെ പല്ലിനകത്തൂടെ ഒരു പല്ല് കിളുത്ത് വരുന്നു ഗൈസ്. അപ്പം എൻ്റെ കുഞ്ഞിനെ ഇന്ന് പല്ല് ഡോക്ടറെ കാണിക്കാനായിട്ട് കൊണ്ടുപോകാം. ഞാൻ കാറിയായപ്പോൾ അപ്പോയിൻമെൻറ്റിൻ്റെ സമയമായിട്ടുണ്ട് കേട്ടോ. പക്ഷേ അയാന്റെ മുടി വെട്ടണം. അത് കഴിഞ്ഞ് അയാൻ്റെ മുടി വെട്ടണം. ഇവിടെ ഇത്രയും അയ്മാക്ക് ഇത് ഇങ്ങനെ ഫ്രണ്ടിൽ കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്തിടണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഏറ്റവും വലിയ സങ്കടം എൻ്റെ കുഞ്ഞിൻ്റെ പല്ല് പോവും. പല്ല് പോയി കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും അല്ലേ കുട്ടി? അപ്പം അവളുടെ പല്ല് പോകുന്നതിന് മുമ്പേ തന്നെ അകത്തൂടെ വേറെ പല്ലുകളൊക്കെ വന്നേക്കുന്നു. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ വായിക്കകത്ത് കാണുന്നുണ്ടോ? കാണുന്നില്ലായിരിക്കും അല്ലേ? കണ്ട ഈ ഫ്രണ്ടിലെ പല്ലിൻ്റെ അകത്ത് കണ്ട. അപ്പം എന്തെങ്കിലും ആട്ടെ, പോട്ടെ, ഞങ്ങളെന്താ കൊണ്ടുപോയി കാണിച്ചിട്ട് വരട്ടെ. പിന്നെന്താ, അയാൻ്റെ മുടി ഒന്ന് വെട്ടണം. അങ്ങനെ കുറച്ച് ഈവനിങ് പരിപാടിയായിട്ട് ഞാൻ ഉമ്മായും 2 മക്കളുമായിട്ട് ഞങ്ങളിങ്ങനെ ഒന്ന് പോകാൻ പോവാണ്. ചെറിയൊരു ജലദോഷം ഉള്ളതുകൊണ്ട് മാസ്ക് ഇപ്പം വെക്കുന്നുണ്ട്. കോവിഡൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ. അപ്പം എന്തായാലും അപ്പം എന്തായാലും ഞങ്ങളൊന്ന് പോട്ടെ. ഇവിടെ അടുത്ത് തന്നെയാണ് അയ്മയുടെ ഫ്രണ്ടിൻ്റെ ഉമ്മയുടെ ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഹോസ്പിറ്റലല്ല, ഒരു ക്ലിനിക്ക്. അപ്പം അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഡെന്റിസ്റ്റ് ഡോക്ടർ, ക്ലിനിക്ക് എന്നാണ് ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേര്. അതെ. അപ്പം എന്തായാലും ഒന്ന് പോയി കാണിക്കട്ടെ. ഇന്ന് എടുക്കുമെന്നറിയില്ല, കൺസൾട്ടേഷൻ ആണെന്ന് തോന്നുന്നു. അപ്പം എന്തായാലും പോയി നോക്കട്ടെ. ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാവേ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. നിന്നെ കാണിക്കും. നമ്മൾ പോകാൻ പോവാണ്. ബൈ. വരുന്നില്ല. നിക്കേ കണ്ടോ? എന്ത് കാണിക്കടാ? എന്നെ കാണിക്കത്തില്ല. എന്റെ കാണില്ലേ? മെയിനായിട്ടൊരു കാര്യം, എനിക്കറിയില്ല. പറിച്ചാലും അങ്ങനെ പെയിൻ ഒന്നും ഉണ്ടാവില്ല നിനക്ക്. ജസ്റ്റ് ഒരു ഇത്തിരി അയാളെങ്ങനെയാ പല്ലെടുത്തപ്പോ? എന്റേത് ഉമ്മച്ചി കൊറേ നേരം വാഷ് ബേസിന്റെ അയാന്റെ ഒക്കെ നമ്മള് വീട്ടിൽ തന്നെ പറിക്കുവായിരുന്നടി. ഭയങ്കര പാടായിരുന്നു അവന്, നിന്നെ പോലെ തന്നെയാണ്. പക്ഷെ അവനിങ്ങനെ അകത്തൂടെ ഒന്നും വന്നിട്ടൊന്നും ഇല്ലായിരുന്നു. നൂലൊക്കെ വെച്ചിട്ട് നമ്മള് ചെയ്തിട്ടുണ്ട്. ഒരു ഷവർമായി പല്ല് പോയിട്ടുണ്ട്. ഷവർമയില് പല്ല്. ഒരു കാര്യം പറയട്ടെ ഗൈസ്, എന്റെ ഫ്രണ്ട് പറഞ്ഞു അത് പറിച്ച വേദന ഒന്നും എടുക്കത്തില്ലെന്ന്. കറക്റ്റ് ആണോ? അല്ലേ? അത് തന്നെ. ഒരു ഫ്രണ്ട് പറഞ്ഞു എന്നോട് അത് പറിച്ച വേദനയൊന്നും എടുക്കത്തില്ലല്ലോ. ഗൈസ്, ആദ്യം നമ്മൾ പോകുന്ന ഡെന്റിസ്റ്റിലാണ്. ഞാൻ ഈ റോഡ് കാണിക്കാൻ അങ്ങനെ ഗൈസ്, നമ്മൾ എത്തിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ. അയ്മക്ക് അറിയാൻ തുടങ്ങി. എന്താവും അറിയില്ല, നോക്കാമല്ലേ. ഹോസ്പിറ്റലിൽ
അയാനുണ്ട്. ആ ഇവിടെ കറണ്ടോണ്ടിരിക്കുക വണ്ടിയിൽ ഇറങ്ങുന്നതിന്. നോക്കട്ടെ, ഞാൻ വിളിക്കാം. ഓക്കെ. പറഞ്ഞിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് ഞാൻ. അയ്മ ഇതുണ്ട്. അയ്മ പേടിച്ചിരിക്കുക അല്ലേ? പേടിയുണ്ടോ അയ്മ? ടെൻഷനൊന്നും വേണ്ട, എടുക്കൂല. ചിലപ്പോൾ ഇന്ന് എടുക്കൂല, 2 days കഴിഞ്ഞിട്ട് എടുക്കാൻ പറയുള്ളൂ. ഇങ്ങനെ ഒരു ബ്രദറിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഗൈസ് നിങ്ങൾ ആരെങ്കിലും? നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കട്ടോ. ഞങ്ങളിത് ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണേ. ഇവള് പറയും മറ്റേ എന്താണ് ഡ്രീം വരും എന്നൊക്കെ പറയണം. അത് എന്താണ് ഇതിന്റെ അടിയിൽ പറയുമ്പോ എനിക്ക് തരണം, പില്ലോടെ അടി വെക്കാനാണെന്നൊക്കെ. എന്തിയാ പല്ല്? ചില്ല കഫേ മതി ഗൈസ്. നമ്മുടെ കൊച്ചിന്റെ പല്ലെടുത്ത് ഗൈസ്. പല്ല് കാണിച്ചു കൊടുത്തേ. അങ്ങനെ പല്ലല്ല, കയ്യിലിരിക്കുന്ന പല്ല്. ഉണ്ട് കേട്ടോ പോയി. അപ്പോൾ ഇതേ കണ്ടാ പല്ല് പൊതിഞ്ഞ് കയ്യിൽ മേടിക്കുകയും ചെയ്തു. ഡ്രീം ചെയ്യാനല്ലേ? എന്തിന് ഡ്രീം കാണാനോ? അങ്ങനെ എന്തായാലും ദേ പഞ്ഞി കളഞ്ഞോ? കടിച്ചു പിടിച്ചോ, കുറച്ച് നേരം പിടിച്ചോ. ചോര വരുന്നുണ്ടോ? വേറെ തുപ്പലിറക്ക നീ. തുപ്പിക്കോ പഞ്ഞി. അയ്യോടാ. ചോര വരുന്നുണ്ടോ? നോക്കട്ടെ തന്നെ. ചുണ്ട് താത്തിക്കട കണ്ണ. ചുണ്ട് കൈ കൊണ്ട് ചുണ്ട് താത്തിക്കേ. അയ്യോ കൈ പിടിച്ച് ചുണ്ട് താത്തിക്കേ. കണ്ടോ ഗൈസ്, പല്ല് പോയി. അപ്പം എന്തായാലും അയാളെ മുടി വാപ്പിച്ച് വന്നിട്ട് വെട്ടിക്കാന്ന് പറഞ്ഞു കേട്ടോ. എനിക്ക് ക്ലാസ് ഉണ്ട്, സമയമില്ല. അപ്പൊ നമുക്കിപ്പോ പോയിട്ട് നമുക്ക് അയ്മാക്ക് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാം, ഒരു ബർഗർ വാങ്ങിച്ചു കൊടുക്കാം. നമുക്കിനി അങ്ങോട്ട് പോകാതാ നല്ലത്. ഇറക്കിക്കോ, അത് കുഴപ്പമില്ല. ഇറക്കിക്കൊള്ളാനല്ലേ പറഞ്ഞേ? കുഞ്ഞാ ടിഷ്യൂ ഉണ്ട് അതിനകത്ത്, ടിഷ്യൂ എടുത്തു കൊടുക്കാം. അതിനകത്തുണ്ട്. ഒരു ടിഷ്യൂ ഇങ്ങനെ എടുക്കാം, കൈ തുടക്കട്ടെ. എന്റെ പൊന്നയാനെ എന്താ അറപ്പാണ്, എനിക്കറിയാം. അതെ പിടിച്ചോ, ടിഷ്യൂ പിടിച്ചോ. അനങ്ങാതെ കിടന്നു കേട്ടോ. ഇവിടുന്ന് പോയപ്പോ ഒക്കെ കരയുന്നുണ്ടായിരുന്നു. എന്നാലും എനിക്ക് എടുത്തായിരുന്നു കൈയൊന്നും കൂടെ ഒന്ന് തുടച്ചു. അപ്പൊ ഇനി നമുക്ക് ഐസ്ക്രീം വാങ്ങിക്കാം, ഐസ്ക്രീം കഴിക്കാം. അത് നാളെ 2 ദിവസം കഴിഞ്ഞിട്ട് തള്ളാൻ തുടങ്ങിയാൽ മതി. ഇഞ്ചക്ഷൻ വ്ലോഗ് ഉണ്ട്. അകത്തുനിന്നുള്ള പല്ലേ പുറത്തോട്ട് വരാൻ വേണ്ടി അത് ബാക്കിൽ നിന്ന് തള്ളി കൊടുക്കണോന്ന് പറഞ്ഞു. നാക്ക് വെച്ച് അതിനെ ചോദിക്കുന്നു. അടുത്ത വട്ടം ഇനി അയാന്റെ ഇഞ്ചക്ഷൻ വീഡിയോ കാണും. ഇനി അയാന്റെ വാക്സിനേഷൻ ഉണ്ട്, അത് ഭയങ്കര വലിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യും.
അത് ഗൈസ് കാര്യം പറയട്ടെ, അത് മണ്ട്. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മള് ഐസ്ക്രീം കഴിക്കാൻ പോവാണ്. ബാക്കില് വല്ല വണ്ടിയുണ്ടോ? കുറെ കളികളെ നിന്നും ഉമ്മച്ചി കുഞ്ഞേ നിന്നും. അപ്പൊ ഗൈസ്, നാളെ നമുക്ക് സ്കൂളുണ്ട് കേട്ടോ. നാളെ സാറ്റർഡേ ആയിട്ട് ഇവർക്ക് പഠിത്തമുണ്ട്. അത് വല്ലാത്ത പരിപാടി. അത് കഴിഞ്ഞ സാറ്റർഡേ അല്ലേ ഒന്ന് വായിക്കണ്ട. ലൈറ്റ് ഓഫ് ചെയ്തേക്കടാ. അപ്പൊ ഗൈസ്, ഇതാണ് സെറ്റ്. ഞാൻ അങ്ങോട്ട് കാണിക്കുവാണേ. സീറ്റ് ബെൽറ്റ് ഇട്ടേ. ടിങ് അടിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലേ. അതിൽ വെച്ചാ വീഴും താഴോട്ട് ഫോണേ. ആണോ? വേണ്ട, പാപ്പച്ചിന്റെ എനിക്ക് ആകെ പോയി കഴിഞ്ഞല്ലോ. ഇനിയിപ്പം കയറിയാ മതിയല്ലോ. ഇപ്പൊ തുറക്കുമായിരിക്കും. കുട്ടിക്ക് ഒരു ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാം അല്ലേ? അപ്പൊ ശരി. അപ്പൊ ഇതാണ് ചില്ല കഫേ. എന്തിനാ അത് കൈ പിടിക്കുന്നേ? ആ, പോത്തൊന്നുമില്ല, മാറി. സ്റ്റിക്കറൊക്കെ കൊടുത്തല്ലേ അയിമാക്ക്? ബാ ഇങ്ങനെ പല്ല നോക്കട്ടെ. ചിരിച്ചാ മതി. പില്ലോടെ അടി വെച്ചിട്ട് എന്ത് ചെയ്യാന്? ഫെയർ ചെയ്യാ. ഓറിയോ ഷേക്ക് എടുക്കല്ലേ ഇമ്മ? വെയിറ്റ് ചെയ്യും, വീഡിയോ എടുക്കുമല്ലേ? എടുത്ത് വയറിലായി. പല്ലെടുത്തിട്ട് നല്ല പിള്ളേരല്ലേ കരയുമോ ഇങ്ങനെ? ഇതന്നെ ഇത്. ഹായ്. എങ്ങനെ ഉണ്ടായിമോ? ടേസ്റ്റി ആണോ? പല്ലൊക്കെ നമുക്ക് മോമോസ് പറയണ്ട. ചിക്കൻ മാത്രോട്ട് വന്നില്ല. അടിച്ചു. അതായിരിക്കും. ടൈമോ കാണിച്ചേ.
ഇത്തിരി നേരം എടുത്തോളാം. അപ്പോൾ ഗൈസ് ഞങ്ങളിതേ പോയിട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് ക്ലാസ്സിന് കയറി കേട്ടോ. അങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഇന്ന് വീഡിയോ എടുക്കുന്നത്. കാരണം അന്നേരം പിന്നെ തിരക്കായിപ്പോയി, ഞാനൊരു 15 മിനിറ്റ് ലേറ്റായിട്ടാണ് കയറിയത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചത്, കാരണം എൻ്റെ മുടിയൊക്കെ ഒന്ന് വെട്ടാൻ പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ ഇനി പോകാനേ പറ്റുള്ളൂ. അപ്പം എന്തായാലും ഒരു കുട്ടി വ്ളോഗായിരുന്നു. അയിമയുടെ പല്ലെടുത്ത് പല്ല് കാണിച്ചു കൊടുത്തേ കണ്ടോ, പല്ല് പോയി, സങ്കടമായി പോയി. അവളുടെ ഫ്രണ്ട് കൊടുത്തതാണ്. മതി മതി. അങ്ങനെ എന്തായാലും പല്ലൊക്കെ എടുത്തു. പിന്നെ ഐസ്ക്രീം കഴിക്കാന്ന് പറഞ്ഞ് കടയിൽ കൊണ്ടുപോയിട്ട് ഐസ്ക്രീം കിട്ടിയില്ല കേട്ടോ. പിന്നെ ഒരു ഓറിയോ ഷേക്ക് കുടിച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത്. അതും ഫുള്ളൊന്നും കുടിച്ചില്ല, ബാക്കി അയാനാണ് കുടിച്ചത്. കുറച്ചേ കുടിച്ചുള്ളൂ. ഷേക്കൊന്നും പുള്ളിക്കാരിക്ക് അത്ര താല്പര്യമില്ല. പിന്നെ അയാൻ എന്തൊക്കെയോ വാങ്ങിച്ച് കഴിച്ചു. അയാൻ കോളടിച്ചു എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ എന്തായാലും പല്ലൊക്കെ എടുത്ത ഒരു കുട്ടി വ്ളോഗായിരുന്നു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അയിമയുടെ ഫേസ് ഇപ്പം എങ്ങനെയുണ്ട്, എന്തെങ്കിലും വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടോ, അയിമ എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെന്താ, അപ്പം ഇവിടെ കമൻറ്റ് ചെയ്യണം, നമുക്ക് കാണണം അവളെ ലുക്ക് മാറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ, സീ യു, ഗുഡ് നൈറ്റ്.